ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിരോധ വകുപ്പ്. 97 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനാണ് HAL-ലുമായിട്ട്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് നമ്മുടെ പ്രതിരോധ വകുപ്പ് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഏതാണ്ട് 2027-28 കൂടി മുഴുവൻ വിമാനങ്ങളും നിർമ്മിച്ച് കൈമാറും എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് നമ്മൾ ഈ തേജസിൻ്റെ തന്നെ പല വിഭാഗങ്ങളെക്കുറിച്ച്, തേജസിൻ്റെ പല കാറ്റഗറിയിൽ വരുന്ന വിമാനങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ 97 യുദ്ധവിമാനങ്ങൾ, തേജസ് 4 വിമാനങ്ങൾ, എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിലുപയോഗിക്കുന്ന എഞ്ചിൻ എന്തൊക്കെയാണ്, എഞ്ചിൻ ഏതാണ്, അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഇപ്പം മിസൈലുകൾ, റോക്കറ്റുകൾ, ഇങ്ങനെയൊക്കെ പലതും ഘടിപ്പിക്കാം. യന്ത്രത്തോക്കുകളൊക്കെ 4 വിമാനങ്ങളിൽ ഘടിപ്പിക്കും, ചെറിയ മിസൈലുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ വിശേഷങ്ങളാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്? ഇപ്പോൾ തേജസിൻ്റെ ആദ്യത്തെ തേജസിന് ഇപ്പോൾ 3 വെർഷൻസാണ് നമുക്ക് ആദ്യമായിട്ടുള്ളത്. ഒന്ന് തേജസ് മാർക്ക് 1, 2 മാർക്ക് 1A, അത് കഴിഞ്ഞ് തേജസ് 2, അങ്ങനെ 3. അതായത് മാർക്ക് 2 ആണോ അതോ തേജസ് 2 എന്നാണോ? തേജസ് മാർക്ക് 2 എന്ന് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ അതിന് പേരൊക്കെ മാറ്റുമായിരിക്കാം, അതിനുള്ള ഒരു സംവിധാനങ്ങൾ വരുന്നതേ ഉള്ളൂ. ചിലപ്പോൾ പുതിയൊരു പേരിലോട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ തേജസ് എന്നുള്ള പേര് തന്നെ, തേജസ് തന്നെ, അതിന് വേറെ എന്തെങ്കിലും ഒരു പേരായിരിക്കും. അപ്പോൾ തേജസ് മാർക്ക് 1 നമ്മൾ ആൾറെഡി സൈന്യത്തിൽ വിന്യസിച്ച് കഴിഞ്ഞു. തേജസ് മാർക്ക് 1A നമ്മൾ സൈന്യത്തിലോട്ട് ചിലതൊക്കെ വന്നു കഴിഞ്ഞു. അതൊരു കൃത്യമായിട്ടുള്ളൊരു ഇനിയും വരാനുണ്ട്. അതിൻ്റെയാണ് പുതിയതായിട്ട് 97 വിമാനങ്ങൾക്കുള്ള ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 62,000 ചില്ലുവാനം കോടി രൂപയുടെ കരാറാണ്. അതായത് തദ്ദേശീയമായിട്ട് തന്നെ പൂർണ്ണ എഞ്ചിൻ ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ 80% ഇന്ത്യ ആകെയുള്ളത് വെളിയിൽ നിന്ന് വരുന്ന എഞ്ചിൻ അതിൽ ഘടിപ്പിക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ആൾറെഡി നമ്മൾ എഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കിയായിരുന്നു, എഞ്ചിന് വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അമേരിക്കയിൽ നിന്ന് GE-യുടെ എഞ്ചിനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ LCA എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്താണ്, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് ഈ തേജസ് മാർക്ക് 1-ഉം മാർക്ക് 1A-യും. അതായത് അത് ഏറ്റവും കുറഞ്ഞ ഭാരം, ലൈറ്റ് കോമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഭാരത്തിൽ കോമ്പാക്റ്റ് ആയിട്ട് എന്നാൽ ഫൈറ്റിങ്ങിന് ഉള്ള ഒരു വിമാനം തന്നെയാണ്. നമ്മുടെ ഒരു നമ്മുടെ പിന്നെ MiG-21 മോഡലിൽ തന്നെ ആണ് ഇത് രണ്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വെപ്പൺസ് വളരെ കുറവായിരിക്കും, കാര്യം ഒരുപാട് വെപ്പൺസ് വഹിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഏറ്റവും കുറഞ്ഞത് സ്ലിം ആയിരിക്കുക, ഏറ്റവും വെയിറ്റ് കുറയ്ക്കുക, ഏറ്റവും കുറഞ്ഞ ആയുധങ്ങളായിട്ട് പോവുക, ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഫൈറ്റിങ്ങിനാണ് കൂടുതൽ, ആയുധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നില്ല. ഇല്ലയെന്നല്ല, ആയുധങ്ങളല്ല പ്രാധാന്യം, ആയുധങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, എന്നാലും കൂടുതൽ നമ്മുടെ വെയിറ്റ് കൂടുന്തോറും അറ്റാക്കിങ്ങിൻ്റെ മാനൂവറിംഗ് ഒക്കെ നമുക്ക് കുറയും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ പ്രഹരശേഷി കുറയും. പ്രഹരശേഷി, മാനൂവറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റൊട്ടേഷനും സ്ക്രൂയിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ മലർന്നു പറക്കുക, ചരിഞ്ഞു പറക്കുക, ഇപ്പം നമ്മൾ എയർ ഷോയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ ഈ വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് നമുക്കത് ബുദ്ധിമുട്ടായി മാറും. അതേസമയം ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഇത് ഒന്ന് ചോദിച്ചോട്ടെ, ഇത് സിംഗിൾ ഹാൻഡഡ് ആണോ? അതായത് ഒരു പൈലറ്റ് മാത്രമേ കാണുള്ളൂ, ഒന്നിലധികം? അല്ല, ഇത് ഈ സാധാരണ എല്ലാ ഫൈറ്റർ വിമാനങ്ങളും സിംഗിൾ പൈലറ്റ് ആണ്. പക്ഷെ ഇവർക്ക് എല്ലാത്തിനും ട്രെയിനർ വെർഷൻ ഉണ്ടാവും. ഈ മിക്കവാറും എല്ലാം നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ വിമാനത്തിനും, ഇപ്പം നമ്മൾ റഫാലിനാണെങ്കിലും ട്രെയിനർ വെർഷനുണ്ട്. ട്രെയിനർ വെർഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ആദ്യം ഗ്രൗണ്ട് സിമുലേറ്റേഴ്സ് കാണും, പിന്നെ ഈ ട്രെയിനർ കാണും. അത് കഴിഞ്ഞിട്ട് വേണം അതിനകത്തൊരു നിശ്ചിത ഫ്ലൈയിങ് അവേഴ്സ് പറഞ്ഞതിന് ശേഷമേ ആ ഒരു പൈലറ്റിനെ ഈ ഒരു വിമാനത്തിലോട്ട്, ടൈപ്പ് എന്ന് പറയും, ഈ ടൈപ്പ് വിമാനത്തിലോട്ട് നമ്മൾ ഓട്ടിക്കാൻ സമ്മതിക്കത്തുള്ളൂ, സോളോ ഫ്ലൈയിങ്ങിന് സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിമാനവും ഇതിപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊന്ന് 97 വിമാനം ഓർഡർ ചെയ്തതിൽ 68 എണ്ണം ഫൈറ്ററും ബാക്കി 28 എണ്ണം ട്രെയിനർ വെർഷനുമാണ്. ട്രെയിനർ വെർഷൻ എന്ന് വെച്ചിട്ടുണ്ട് അത് ഫൈറ്ററിൻ്റെ ബാക്കി എല്ലാ ക്യാരക്ടറിസ്റ്റിക്കും അതിനകത്തുണ്ട്. പക്ഷേ അത് ഒരു പൈലറ്റ് കൂടെ അതിനകത്ത് കാണും എന്ന് മാത്രമേ ഉള്ളൂ. കോക്പിറ്റ് വ്യത്യാസം വരും, അതിനകത്തുള്ള മെഷീനറി വ്യത്യാസം വരും, നമ്മുടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ വിമാനങ്ങൾ ആയുധങ്ങളുടെ ശക്തിയിലല്ല, അതിൻ്റെ മാനൂവറിങ്ങും ആകാശത്തുള്ള പ്രകടനത്തിനും സഞ്ചാരത്തിലുമൊക്കെയാണ് അത് കൂടുതലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ക്വിക്കായിട്ട് പോവുക, അറ്റാക്ക് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളതാണ് അവരുടെ. ഇതൊക്കെ ഒരു വളരെ കുറച്ച് സമയം പറക്കാനുള്ള ഫ്യൂവലേ അതിനകത്ത് കാണുള്ളൂ. 30 മിനിറ്റ് 40 മിനിറ്റൊക്കെയുള്ള ഫ്യൂവലേ അതിനകത്ത് അവശേഷിക്കാറുള്ളൂ. അതുകൊണ്ട് പറന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്
പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക എന്നുള്ളത്, സേഫായിട്ട് തിരിച്ചു വരിക. അതാണ് ഈ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന ഈ തേജസിന്റെ ഇപ്പൊ നമ്മൾ ഈ വിമാനങ്ങൾ ഇനി മിക്കവാറും എല്ലാ ഓർഡറുകളും നമ്മൾ HAL കൊടുക്കത്തുള്ളൂ. HAL വഴിയെ നമ്മൾ വിമാനങ്ങൾ ഭാവിയിൽ വാങ്ങിക്കാൻ സാധ്യത. നരേന്ദ്രമോദിയുടെ ഒരു മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ കൺസെപ്റ്റുകളുടെ പൂർത്തീകരണമാണ്. റഫാലിനും കൂടെ പുതിയതായിട്ട് അടുത്ത ലോട്ട് റഫാലിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുമെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കി ചിലപ്പോൾ അവർ സബ്സിഡിയറി ആയിട്ടോ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ വാങ്ങിക്കാനാണ് ഉള്ള പദ്ധതിയാണ് ഗവൺമെന്റ് രൂപീകരിച്ചു പോകുന്നത്. അത് വലിയ ഒരളവ് വരെ നമുക്ക് ഗുണം ചെയ്യും. ഇല്ല, നമുക്ക് വലിയൊരളവല്ല, അത് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഔട്ട്ഫ്ലോ നമുക്ക് കുറയും. പിന്നെ ഈ സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലേക്ക്, അതുമല്ല നമ്മുടെ ഇതിന്റെ സ്പെയർസിന്റെയും ലോജിസ്റ്റിക്സിന്റെ ഒക്കെ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വളരെ ലോങ് ടൈമിൽ ഒരു പോളിസി എന്നുള്ള രീതിയിൽ ഇത് ഇന്ത്യ ഒരു സ്വയം ആയുധങ്ങളും വിമാനങ്ങളും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് അടുത്ത ഒരു 5 വർഷത്തിലേക്ക്, ഇപ്പോഴന്നെ നമ്മൾ മിസൈലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എഞ്ചിനുകളാണ് നമ്മുടെ ഒരു പരിമിതി. ആ എഞ്ചിൻ അങ്ങനെ ഒരു ഇത് ചോദിക്കട്ടെ, ഈ ഇപ്പം നമ്മൾ 97 എണ്ണം നിർമ്മിക്കുന്നു. ഈ തേജസ് മാർക്ക് 1A തന്നെ നമ്മൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ സാധ്യതയുണ്ടോ? മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാൻ സാധ്യതയുണ്ടോ? പക്ഷേ ആ എഞ്ചിൻ അവർ തന്നില്ലെങ്കിൽ നമുക്കത് പറ്റത്തില്ല. എഞ്ചിൻ GE കമ്പനിയാണ് ഇതിന്റെ എഞ്ചിൻ നമുക്ക് തരുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് GE എഞ്ചിനാണ്. അപ്പോൾ അത് അവരുടെ സപ്ലൈ ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് വൈകിയത്. ശരിക്കും ഇത് 2009 ഒപ്പിട്ട കരാറാണ്. ഇന്ത്യ ഒരു എഞ്ചിൻ രംഗത്തും കൂടെ വെപ്പണും എയർഫ്രെയിമും എല്ലാം ഇന്ത്യൻ എയർഫോഴ്സിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏവിയോണിക്സും എല്ലാം നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ആകെ ഇല്ലാത്തത് എഞ്ചിൻ ടെക്നോളജിയാണ്. അത് ഒരു അടുത്ത 5 വർഷത്തിനിടയ്ക്ക് എന്തായാലും ഇന്ത്യയിൽ നമ്മൾ എഞ്ചിൻ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങിക്കുന്ന ഒരു രീതിയിലോട്ട് പോകുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം GTRE എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്, ഗ്യാസ് ടർബൈൻ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. അപ്പം അത് അവർ കാവേരി എഞ്ചിൻ ഉണ്ടാക്കിയത് അവരാണ്. പക്ഷെ അത് സക്സസ് ആയില്ല. അതേസമയം മറ്റ് ഫോറിൻ അതിന്റെ ടെസ്റ്റുകൾ ഇനിയും നടക്കാനുണ്ട്. അതിപ്പോൾ ഗോദ്രേജുമായിട്ട് ചേർന്നിട്ട് അവരൊരു പുതിയ വെർഷൻ ചെയ്ത് വെക്കുന്നു. ഇതിനകത്തൊരു വലിയൊരു ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ, പോളിസിയിൽ വന്ന ഏറ്റവും വലിയ ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ LNT, ഗോദ്രേജ് അങ്ങനെയുള്ള പ്രൈവറ്റ് കമ്പനികൾ, ടാറ്റ അങ്ങനെയുള്ള സ്വകാര്യ കമ്പനികളെയും കൂടെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ ഭാഗത്താണ് നമ്മൾ എനിക്ക് 193ഓളം കമ്പനികളാണ് ഇത്തരം ആക്ടിവിറ്റീസുമായിട്ട് HAL കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. കാര്യം ഇത് ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റ് മെഷീനറിയിൽ കൊണ്ട് മാത്രം നടത്താൻ പറ്റത്തില്ല എന്ന് അവർക്കറിയാം. കാര്യം ഗവൺമെന്റിന് അതിൻ്റെതായ പ്രൊസീജറൽ ഡിലേസ് വരും. പ്രൈവറ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ LNT ടാറ്റയും വളരെ സജീവമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്നതാണ്. അത് ടാറ്റ എയർ ഇന്ത്യ വാങ്ങിക്കുമ്പോഴത്തേക്ക് തന്നെ അവർ ഈ ഒരു ഫീൽഡിലും കൂടെ അവർ കണ്ണു വെച്ചിട്ട് തന്നെയാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അതായത് യുദ്ധവിമാനങ്ങളുടെ സ്പെയർസും അതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ നിർമ്മിക്കുക. അതിന് സ്പെയർസ് അല്ല, അവർ ഈവൻ പിന്നെ വിമാനം തന്നെ അവർക്ക് നിർമ്മിക്കാനുള്ള ടെക്നോളജി അവരിലുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വരുന്ന MRO എന്ന് പറയും, മെയിൻ്റനൻസ് ഓവറാൾ, റിപ്പയർ ആൻഡ് ഓവറാൾ. അതിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ തുർക്കി കമ്പനിക്ക് കൊടുത്തിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർക്കാണ് MRO കോൺട്രാക്ട് കൊടുത്തിരുന്നത്. അവര് നമ്മൾ നിരോധിച്ചല്ലോ. അത് തന്നെ. അപ്പോൾ ആ വർക്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ചെയ്യാനുള്ള ഒരു രീതിക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ 97 തേജസ് വിമാനങ്ങൾ, ഇത് 97 ഒരുമിച്ച് നിർമ്മിച്ച് കഴിയില്ല. ഇത് 5 വർഷത്തിനിടയ്ക്ക് നമുക്ക്. പക്ഷെ അത് 27-28 കൂടി അത് തന്നെ 5 വർഷമാണ് അതിന്റെ ഒരു കാലാവധി പറയുന്നത്, പരമാവധി. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വിമാനങ്ങൾ ബാക്കിയെല്ലാം റെഡിയാക്കുകയാണെങ്കിൽ എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2-3 എണ്ണം അടുത്ത ആഴ്ചകൾ, അടുത്ത മാസത്തിൽ തന്നെ, ഒക്ടോബറിൽ തന്നെ കമ്മീഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. കാര്യം എഞ്ചിന്റെ മാത്രം ഒരു കാര്യം, ഈ ജിയുടെ എഞ്ചിൻ നമുക്ക് അധികം ടെസ്റ്റിംഗ് പ്രോസസ്സിലോട്ട് പോകുന്നില്ല. കാര്യം ആൾറെഡി അത് വെൽ പ്രൂവൺ എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിന്റെ ഒരു ടെസ്റ്റിങ്ങിന്റെ സമയമാണ് നമുക്ക് എപ്പോഴും കൂടുതൽ വേണ്ടി വരുന്നത്. ഇവിടെ അത് ഒഴിവാക്കാം. കാര്യം നമ്മൾ ആൾറെഡി എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതേ മേക്കാണ് തരുന്നത്. എഞ്ചിന് നമുക്ക് എഞ്ചിന്റെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ? അല്ല, അത് 404 എഞ്ചിനാണ്. G404 എഞ്ചിനാണ്. ഈ 404 ഏറ്റവും അഡ്വാൻസ്ഡ് ആണോ? ഇല്ല, G താഴെയാണ്. അതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ Mark 2 വേണ്ടിയിട്ട് വരുന്നത് G414 വരുന്നു. 414. അതിന്റെ കപ്പാസിറ്റി
ഒരുപാട് കുറെ കൂടെ കൂടുതലാണ്. ഇത് അതിന്റെ അർത്ഥം അതായത് കുറെ കൂടെ വെയിറ്റ് ഉണ്ടാവും, കുറെ കൂടെ സ്പീഡും കൂടുതലാണ്. അതിന്റെ കപ്പാസിറ്റി ടോർക്ക് എന്ന് പറയും, ടോർക്ക് കൂടുതലാണ്. ഇതിപ്പം ഇതിന് ഉപയോഗിക്കുന്നത് 98 വരുന്ന കിലോ ന്യൂട്ടൺ ടോർക്കാണ് ഉപയോഗിക്കുന്നത്. മറ്റോ 125ഓളം 25% കൂടുതൽ. കാര്യം ഇത് ലിഫ്റ്റ് ചെയ്യേണ്ട വിമാനം ഏകദേശം 6500 കിലോ പേലോഡുണ്ട്. ഇത്രയും വെയിറ്റ് ഉള്ള സാധനം ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇത്. പിന്നെ ഇതിന് പുറമെയാണ് ഈ മിസൈലും മറ്റും പേലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല അതിനകത്ത് വരുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പൊ അതാണ് ഈ പുതിയൊരു എഞ്ചിൻ 414 എന്ന് പറയുന്നത്. പുതിയ എഞ്ചിനാണ്. അത് മാർക്ക് 2 ആണ്. അത് വരുന്നത് മീഡിയം വെയിറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്, MWA എന്ന് പറയും, അല്ലെങ്കിൽ MWC എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വരുന്നത്. എന്തായാലും നമ്മുടെ ഈ പറയുന്ന പോലെ MiG-21 ചരിത്രത്താളുകളിലേക്ക് മാറുകയും പോയതിന്റെ ക്ഷീണം നമുക്ക് തേജസ്സിൽ തീർക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ എയർഫോഴ്സും തേജസിന്റെ രണ്ട് കാര്യങ്ങളാണ്. 404 എഞ്ചിനും വരുന്നുണ്ട്, 414 എഞ്ചിൻ ഉള്ള വിമാനവും വരുന്നുണ്ട്. അപ്പോൾ സേന കൂടുതൽ കരുത്തുറ്റതായി മാറും എന്നാണ് തീർച്ചയായിട്ടും. ഇത് നമ്മളെ ഡിഫൻസ് മിനിസ്ട്രിയും എയർഫോഴ്സും HALലും എല്ലാം ഒരേ മനസ്സോടെ തന്നെയാണ് ഇതിനെ ഈ കാര്യത്തിൽ. എന്തായാലും നമുക്ക് അഭിമാനിക്കാം, DRDO നമ്മുടെ രാജ്യത്ത് തദ്ദേശീയമായി എഞ്ചിൻ ഒഴിച്ചു ബാക്കിയെല്ലാം. അല്ല, ഈവൻ എഞ്ചിനും നമ്മൾ അടുത്ത 5 വർഷത്തിനിടയ്ക്ക് നമ്മൾ നിർമ്മിക്കും. ഇനി ഈ എയർ ഫ്രെയിമിൽ തന്നെ നമ്മൾ നിർമ്മിക്കുന്ന എഞ്ചിൻ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. തേജസ് മാർക്ക് 1 ഓൾറെഡി ഡിമാൻഡ് ഉണ്ട് നമുക്ക്. പക്ഷെ ഈ ആയിട്ടുള്ള അമേരിക്കയായിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റും HALലും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ നയതന്ത്ര വിഷയം അല്ല, ഈ നമ്മുടെ താരിഫ് വരുന്നത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിനാണ്. നമുക്ക് ഇറക്കുമതി ചെയ്യുന്നതിനകത്ത് അവർ താരിഫ് കൂട്ടുന്നില്ല. നമ്മളാണ് കൂട്ടേണ്ടത്. അത് നമ്മൾ വളരെ മുമ്പ് തന്നെ നമ്മൾ ഒപ്പിട്ട ഒരു കരാറാണ്. 2018-ലും 2021-ലൊക്കെയാണ് ഇതിന്റെ കരാറിന്റെ ഫസ്റ്റ് ലെവൽ നടക്കുന്നത്. അതിപ്പോഴും ഡെലിവർ ആവുന്നതേ ഉള്ളൂ. ഈ അമേരിക്കയുടെ ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഒരു 4 വർഷത്തിന് മുമ്പ് തന്നെ നമുക്ക് 21-ൽ തന്നെ നമ്മൾ ഫുൾഫിൽഡ് ആയത്. എന്തായാലും നമുക്ക് ഏറെ അഭിമാനത്തോടെ കാത്തിരിക്കാം. പുതിയ ആകാശം, അതെ, പുതിയ ആകാശം, പുതിയ മാനം, പുതിയ വിമാനങ്ങൾ. പിന്നെ ഇതിലെല്ലാം കൊണ്ട് അയൽക്കാർ നമ്മളോട് മര്യാദയ്ക്ക് സ്നേഹപൂർവ്വം പെരുമാറും എന്നും പ്രതീക്ഷിക്കാം. അല്ല, മത്സരങ്ങൾ എപ്പോഴും എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും ഇത് വേറെ രീതിയിൽ നമ്മൾ ചൈനയെ സഹായിക്കുകയാണ്. കാര്യം നമ്മൾ ഇത്രയും വിമാനങ്ങൾ വാങ്ങിക്കുമ്പം ഇത്രയും രൂപയ്ക്കുള്ള പാട്ട വിമാനങ്ങൾ ചൈന പാകിസ്ഥാനെ കൊണ്ട് വാങ്ങിപ്പിക്കും. അതാണ് ഇതിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്. കാര്യം സൗദിയുടെ ഡിഫൻസ് ബജറ്റിൻ്റെ മൊത്തവും അമേരിക്കയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും അവർ ജപ്പാനിൽ കൊണ്ട് ഡംപ് ചെയ്യും. എന്നിട്ട് സൗദിയിലും അല്ല ജപ്പാനിലും ഇങ്ങനെയൊക്കെയുള്ള ആശ്രിത രാജ്യങ്ങളുണ്ട്, കോളനീസ് ഉണ്ട്. ഇതൊക്കെ അവരുടെ മിലിറ്ററി കോളനീസ് ആണ്. സൗദി, ജപ്പാനൊക്കെ അവരുടെ മിലിറ്ററി കോളനീസ് ആണ്. പാകിസ്ഥാൻ അവർക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനവും ഫേസ് ഔട്ട് ആവുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് അവിടെ അങ്ങ് ഡംപ് ചെയ്യും. അവരടുത്ത് പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിച്ചോളും. നെഗോസിയേഷൻ ഒന്നുമില്ല. അവർ സാധനം കൊടുക്കും, പൈസ നിങ്ങൾ പിന്നെ തന്നാൽ മതി എന്ന് പറയും, പൈസ അവരിൽ നിന്ന് വാങ്ങിച്ചോളുകയും ചെയ്യും. അപ്പം അത് അവരുടെ ഇന്ത്യക്ക് ആ ഒരു ഗതികേട് വന്നിട്ടില്ല. ഇന്ത്യ നമ്മൾ വളരെ ബാർഗെയിൻ ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വാങ്ങിക്കുകയാണ്. ഇനിയൊക്കെ നമ്മൾ വാങ്ങിക്കുക. ഈ പെയിന്റ് അടിച്ച തകരപ്പാട്ടകളൊന്നും അല്ല നമ്മൾ വാങ്ങുന്നില്ല. മാത്രമല്ല ഇന്ത്യ ഏകദേശം ഇനി ബ്രിക്സ് കറൻസിയൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ കറൻസിയിൽ നിങ്ങൾ പൈസ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടിലോട്ടാണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യൻ കറൻസിയും ലോകത്ത് നല്ല ശക്തമായിട്ട് വരുന്ന ഒരു സമയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.